അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മെൻമിയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷന് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. കുറേ നാളായി ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഒരിക്കലും നടക്കാറില്ല. അങ്ങനെ ഫൈനലി ഈ ക്രിസ്മസ് വെക്കേഷന് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. വാപ്പയുടെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അപ്പോൾ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ കയറി എല്ലാവരും ദുആ ഒക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത്. പിന്നെ എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കലായി. എല്ലാവരുടെ ഓരോരോ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തരും മാറി മാറി പാട്ടൊക്കെ പാടുന്നുണ്ട്. കൊറേ പേര് പാടിയതിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കൊറേ പേരുടെ ഒക്കെ എടുത്തിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് എല്ലാവരും പാട്ടുപാടലായിരുന്നു. കുറേ പേരുടെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല, ചിലവരുടെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡാൻസ് റൗണ്ട് ആയി. പിന്നെ ഡാൻസ് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ആയിരുന്നു. കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് നല്ല എനർജി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല ഡാൻസിലാണ്. രാത്രിയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉറക്കക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കയറിയ സമയത്ത്. മമ്മൂടെ ആണെങ്കിൽ ഇവിടെ കണ്ണടയൊക്കെ വെച്ചിട്ട് ഫുൾ ഡാൻസാണ്. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ എളിയമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്നത് ബാക്കിൽ. ഈ വീഡിയോ ഞങ്ങളുടെ നിന്ന് മിസ്സായി പോയാലും ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര നാൾ കഴിഞ്ഞാലും ഈ വീഡിയോ കാണാൻ പറ്റും. കുറേ നാൾ കഴിയുമ്പോഴും നമുക്കിതൊരു മെമ്മറീസ് ആയിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറേ നേരം ഡാൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പാട്ടൊക്കെ നിർത്താൻ ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സിനിമ ഇട്ടു. കുറേ നേരം എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു 4:30 ആയ സമയത്ത് കോഴിക്കോട് മർക്കസിൽ എത്തിയിട്ടുണ്ടായിരുന്നു വെളുപ്പിന്. അവിടെ ഫ്രഷ് ആവാനും നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആണുങ്ങൾ വേറെ പോയി നിസ്കരിക്കാനും എല്ലാത്തിനുമായിട്ട്, പെണ്ണുങ്ങളും വേറെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷായി നിസ്കരിച്ച് അപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബസ് ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് വന്നു. നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം സെൽഫ് സർവീസാണ്, സ്വന്തം തന്നെ പോയി എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വയനാടാണ്. അങ്ങനെ ചുരമൊക്കെ കയറി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതാ വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞ സംഭവം എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഞങ്ങൾ ബാണസുര ഡാമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ് അവിടെ. വെയിലുണ്ടെങ്കിലും ചൂടധികം അറിയില്ല, കാരണം കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. കുറേ നടന്നിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട്. ആദ്യം കുറച്ച് പേരൊക്കെ നടന്നു പോയി. പിന്നെ ഞങ്ങൾ അവിടെ ട്രാവലർ ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറേ പേരെല്ലാം ട്രാവലറിൽ കയറി. 15 രൂപ എന്താണ് ഒരാൾക്ക് ട്രാവലറിന്. അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഡാമൊക്കെ കാണാം. പിന്നെ മമ്മൂസിനെ അവിടെ പോസ് ചെയ്യാനൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ട്. അവനവിടെ നിന്നിട്ട് പേടിയായിട്ട് ഇറക്കാനാണ് പറയണത്. അവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷെഡ് പോലത്തെ സംഭവം കണ്ടപ്പോൾ എല്ലാവരും അതിലിരിക്കുകയാണ്. ഐഷായും കൊച്ചായും വെയിലടിച്ചിട്ട് ഷോളൊക്കെ തലയിലിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം അതിൽ കയറി കളിക്കുന്നുണ്ട്. മമ്മൂസ് അവിടെ കൂടി ഓടി നടക്കുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷേ സ്പീഡ് ബോട്ട് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇനി 12 മണി അങ്ങനെ ആ ടൈമിലേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കൊട്ടവഞ്ചിയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ പേരെല്ലാം പല പല കൊട്ടവഞ്ചിയിലായിട്ടാണ് കയറിയത്. ഞാൻ കൊച്ചാടേയും മേമാടൊക്കെ കൂടെയാണ് കയറിയത്. ഉമ്മിയും വാപ്പിയൊക്കെ വേറെ കൊട്ടവഞ്ചിയിലാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കറക്കാണ്. അപ്പോൾ കറക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല രസമാണ് കറക്കുമ്പോൾ. നല്ല വീലുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നൊന്നും കാണണ്ടോന്നും അറിയില്ല, എന്നാലും ഞാൻ എന്തൊക്കെയോ കാണിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പൈസ അവിടെ നിന്ന് ചിരിക്കണാണ് കറക്കണം കണ്ടിട്ട്. ഒരു 1/4 മണിക്കൂർ കൊട്ടവഞ്ചിയിൽ സ്പെൻഡ് ചെയ്തു. വാപ്പിയൊക്കെ വേറെ കൊട്ടവഞ്ചിയിലായിരുന്നു. മമ്മൂടൂസാണെങ്കിൽ ജാക്കറ്റ് ഇട്ടിട്ട് തല പോലും അനക്കാൻ പറ്റാണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജാക്കറ്റ് ഊരി. ഞങ്ങൾ കയറി കഴിഞ്ഞ പിന്നെയാണ് ഉമ്മീനെയൊക്കെ കറക്കുന്നത് കണ്ടത്. അപ്പം ഞങ്ങൾക്ക് തന്നെ ചിരി വന്നിട്ടുള്ളായിരുന്നു. അവരെ നല്ല സ്പീഡിലാണ് കറക്കുന്നത്. ആ ചേട്ടൻ എന്തോ ഭയങ്കര ദേഷ്യമുള്ള പോലെ നല്ല സ്പീഡിലാണ് കറക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. റഫീഖ് കൊച്ചായും റൈസ് കൊച്ചായും എന്താ കയാക്കിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു 3-4 കൊട്ടവഞ്ചിയിലെ ആൾക്കാരുണ്ടായിരുന്നു. ബോട്ടിങ്ങിനൊന്നും പോവാത്ത ആൾക്കാർ അവിടെ പാർക്കൊക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ തിരിച്ചും കുറേ നടന്ന് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ വാപ്പിയും അമ്മുവും കൂടി സിബ് ലൈനിൽ വന്നു. അപ്പോൾ താഴെ വന്ന് ഇറങ്ങാം. ഞങ്ങളെല്ലാവരും പിന്നെയും ട്രാവലറിൽ തന്നെയാണ് തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എടുത്തിരുന്ന റിസോർട്ടിലെത്തി. റിസോർട്ടിലെത്തുന്നതിന് മുന്നേ ബസ്സിലിരുന്ന് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. റിസോർട്ടിലെത്തിയ അവിടെ തന്നെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നുണ്ട്. അയച്ചാക്കും മമ്മൂടൂസിനും സെയിം ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടി. ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈം. പിള്ളേർക്ക് ഇപ്പുറത്തെ സൈഡിലുണ്ട്, അപ്പോൾ അവരെല്ലാവരും അവിടെയാണ്. പിന്നെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു. ഉമ്മയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കൊച്ചാപ്പന്മാരും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരൊന്നും ഇറങ്ങുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങളെക്കാളും ഫസ്റ്റ് എല്ലാവരും അവരാണ് ഇറങ്ങിയത്. അങ്ങനെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു. ആദ്യം മമ്മൂടൂസിന് പേടിയായിരുന്നു. ഐഷായും മമ്മൂടൂസും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബോൾ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും കൂടി വോളിബോൾ കളിക്കായിരുന്നു. ടീമായിട്ടാണ് കളിച്ചത്. ജയിച്ച ടീമിന് അൽഫാമൊക്കെ ഓഫർ ചെയ്താണ്. പിന്നെ ഞാനൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളിലെ മെയിൻ സംഭവമായ ചാട്ടം. എല്ലാവരും മാറി മാറി ചാടുന്നുണ്ട്. നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ അവിടെ കിടന്ന് ചുണ്ടൊക്കെ ഇങ്ങനെ വിറക്കിയായിരുന്നു. സ്വിമ്മിംഗ് പൂളിലെ സൈഡിൽ കൂടെ ഫുള്ള് കുരങ്ങന്മാർ നടക്കായിരുന്നു. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെല്ലാം കളിച്ച് കഴിഞ്ഞ് എല്ലാവരും റൂമിൽ പോയി ഫ്രഷായി വന്നിട്ട് അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അവിടെ എല്ലാ പിള്ളേരൊക്കെ മമ്മൂടൂസും ഐഷായും ഒക്കെ എല്ലാവരും കൂടി കളിക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം പുറത്ത് നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ എല്ലാവരും പോയി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട്, വയനാട് ക്ലിഫാണ്. പിന്നെ അവിടെ ഒരു ക്യാരംസിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. എല്ലാവരും താഴെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് ക്യാരംസ് കളിക്കായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമാണ്. 2 റൂമാണ്, 5 കോട്ടേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കിച്ചൺ, ഹാള്, 2 ബെഡ്റൂം അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്.
റൂമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ടോയ്ലറ്റൊക്കെ നീറ്റായിരുന്നു. രാത്രിയും നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയോണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. അടുത്തുള്ളൊരു ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നടന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത്. അങ്ങനെ അമ്മായി ഇതാ സൂപ്പൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു സൂപ്പ് പറഞ്ഞു. സൂപ്പിന് നല്ല ചൂടുണ്ടായിരുന്നു. മമ്മു ആദ്യം തന്നെ എടുത്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ചാടി. പിന്നെ അത് ഞങ്ങൾ മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മന്തിയും പൊറോട്ടയൊക്കെ പറഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ആ റിസോർട്ടിലെ ചേട്ടൻ ഇതൊക്കെ കത്തിച്ച് തരുന്നുണ്ട്. അത് കത്താൻ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ കത്തി. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം സൗണ്ടിൽ പാട്ട് വയ്ക്കാൻ പറ്റിയില്ല. അപ്പുറത്ത് കുറച്ച് വീടുണ്ട്, അതുകൊണ്ട് തന്നെ അധികം സൗണ്ടിൽ പാട്ട് വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ സാധാരണ ക്യാമ്പ് ഫയറിന് ചുറ്റും ഡാൻസ് ആണ്. ഇതിപ്പോൾ ഒപ്പനയാണ് എല്ലാവരും കൂടിയിട്ട് ക്യാമ്പ് ഫയറിന് ചുറ്റും. ഇപ്പോൾ എളിയമ്മമാരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ കൊച്ച ഇറങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. പിന്നെ ഫുള്ള് ഒപ്പനയായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഒപ്പനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാൻസ് ആയി. പിന്നെ കുറേ ഡാൻസ് ആയിരുന്നു. പിന്നെ ഫുള്ള് ഡാൻസ് ആയിരുന്നു. ഞാനും കുറേ കടന്ന് തുള്ളുന്നുണ്ട്. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. കുറേ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ അന്താക്ഷരി ആയിരുന്നു. കുറേ പേരൊക്കെ പോയി കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് അന്താക്ഷരി കളിക്കലായിരുന്നു. പിന്നെ കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിച്ചിരുന്നു. അപ്പം തന്നെ ടൈം ഒരു 11:45 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയി കിടക്കാമെന്ന് പറഞ്ഞ്. രാവിലെ നേരത്തെയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ ഞങ്ങൾ എണീച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടി സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്ന് തോന്നി. ഞങ്ങൾ പിള്ളേരൊക്കെ ആദ്യം ചാടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വന്നപ്പോൾ തന്നെ എല്ലാവരും ചാടി. മമ്മൂസിനാണെങ്കിൽ ഇന്ന് ആയപ്പോഴത്തേക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റഫ് കോച്ച അവനെ നീന്തിക്കുന്നുണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്. കൊച്ചാപ്പായ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇറങ്ങിയപ്പോൾ കൊച്ചാപ്പ ഇന്ന് ഇറങ്ങി. പിന്നെയും കുറച്ചു നേരം ബോളൊക്കെ കളിച്ച് പിന്നെ എല്ലാവരും റൂമിൽ പോയി ഫ്രഷായി വന്ന് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവിടുത്തെ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തന്നു, വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് എന്നൂരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബസ് പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പാട്ട് വെച്ചിട്ട് എല്ലാവരും പുറത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാനൊക്കെ അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ഡാൻസ് കണ്ടിട്ട് അപ്പുറത്തെ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുള്ള് ഡാൻസ് ആയിരുന്നു. പിന്നെ കൊച്ചായൊക്കെ അവിടെ പൊള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്. മമ്മൂസ് ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇതാ ബസ്സിൻ്റെ ഫ്രണ്ട് നിർത്തിയപ്പോൾ തന്നെ ഡാൻസ് തുടങ്ങി. അപ്പോൾ മനസ്സിലായാണ് മമ്മൂടാണെങ്കിൽ നല്ല സ്റ്റെപ്പൊക്കെ ഇടുന്നത് അവിടെ നിന്ന്. അപ്പോൾ അതൊരു വൈബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്നൂരിലേക്ക് ജീപ്പിലാണ് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ഓഫ് റോഡൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ഫുള്ള് ടാറിട്ട റോഡായിരുന്നു. ഞങ്ങളുടെ ജീപ്പിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മയൊക്കെ മറ്റേ വേറെ ജീപ്പിൽ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നല്ല വ്യൂ ആയിരുന്നു, കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ഇങ്ങനെ ഒരു ട്രൈബൽ വില്ലേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നടന്ന് കയറുന്ന സ്ഥലത്തൊക്കെ കുറച്ച് വ്യൂ പോയിന്റ് പോലെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന ട്രൈബൽസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോപ്കോണും ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് നടന്നു വന്നത്. അപ്പോൾ ഇതാണ് കുടിലുകൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് അവിടെ എത്തി. വെയിലൊക്കെ ഉണ്ട് നല്ലോണം, പക്ഷെ അധികം ചൂട് അറിയുന്നില്ല. ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളുടെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ട്രൈബൽ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അത് കണ്ടു നിന്നു. വേറൊരു ചെറിയ വീട്ടിലെത്തിയപ്പോൾ അവിടെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കയറി. എന്നിട്ട് ഇവർ ട്രൈബൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറ്. നല്ല കോമഡി ആയിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും എടുത്തു. എല്ലാത്തിലും സെയിം പോസ് ആയിട്ടുള്ള യോ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ നടന്നു വന്നപ്പോ കണ്ടൊരു മൂപ്പനാണ്. ചില സ്ഥലത്തൊക്കെ എക്സിബിഷൻ പോലെ അവരുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും അങ്ങനെയെല്ലാം വെച്ചിട്ട് എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എല്ലാരും നടന്നു വന്നത് വീഡിയോ എടുക്കാണ്. ഇത് നല്ല കോമഡിയാണ്. സ്ലോ മോഷനിൽ ഓടണം എന്നാണ് കാണുന്നത്. ബസ്സിൽ കയറിയപ്പോ നടന്നതിന്റെ ക്ഷീണം തീർക്കാൻ എല്ലാരും ഇറങ്ങി. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങള് 4 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വയനാട് നിന്ന് തിരിച്ചു. അപ്പൊ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് ബീച്ചിലെത്തിയപ്പോ 7:30 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് അവിടെ തന്നെ വരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാരും പല പല വഴിക്കായി പോയി. കുറെ പേരൊക്കെ ബീച്ചിൽ ഇറങ്ങി. ഞങ്ങളൊന്നും ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നേരെ നോക്കിയപ്പോ ഒരു ജയന്റ് വീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അത് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ നടന്നൊരു 2-3 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇന്ന് സൺഡേയും പിന്നെ നൈറ്റും ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് നല്ല തിരക്കുണ്ടായിരുന്നു. അവസാനം എത്തി. എന്നിട്ട് ജയന്റ് വീലിൽ കയറി. ഞാനും അമ്മും റൈസ് ചായ ഒരെണ്ണത്തിലാണ് കയറിയേ. ഉമ്മിയും മേമായൊക്കെ വേറെയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരെല്ലാം കൂവി കരയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഹായ് തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കയറി. അവിടെ കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ കയറിയപ്പോൾ തീരാറായപ്പോൾ എല്ലാവരും ഡാൻസ് കളിയാണ്. ലാസ്റ്റ് ആയപ്പോൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ ആഗ്രഹിച്ച് കുറേ ആയി പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ട് ഫൈനലി ആ ട്രിപ്പ് നടന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഫുള്ള് ഡാൻസും. പിന്നെ എല്ലാവരും വീടെത്താറായപ്പോഴത്തേക്കും ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ നൈറ്റ് പോന്നിട്ട് മൺഡേ വെളുപ്പിന് 4:30 ആയി വീട്ടിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വിളിക്കും കറുത്ത് രാവ് ഇന്നാണ് മാറിന്റെ കരളിൽ കുളിരി പകരണ നിക്കാഹ് രാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറി നിൽക്കണ നേരത്തെ